നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 2024 ഇഷ്യൂ 2 പാർട്ട് 1. ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമകളാണ് ബെൻ-ഹർ, ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിങ്സ് എന്നിവ. ഇവ ഓരോന്നിനും എത്ര ഓസ്കാറാണ് ലഭിച്ചത്? 11. ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 11. എത്രാം ശതകത്തിലാണ് മഹ്മുദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്? 11-ാം ശതകത്തിൽ. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 11 വർഷത്തിലൊരിക്കൽ. പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 11. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 നദികൾ. 1951 നടന്ന ആദ്യ ഏഷ്യൻ ഗെയിംസിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 11. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ പീർ പഞ്ചലിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? 11 കിലോമീറ്റർ. ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം 11. എത്രാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്ന ചേര ചോള സംഘട്ടനം അരങ്ങേറിയത്? 11-ാം നൂറ്റാണ്ടിൽ. എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് പിറവിയെടുത്തത്? 11-ാം നൂറ്റാണ്ടിൽ. 2002 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളുടെ എണ്ണം എത്രയായി? 11. ഭരണഘടനയുടെ 73-ാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11-ാം ഷെഡ്യൂളിൽ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 11. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ എത്ര പ്രവിശ്യകളിലാണ് 1937 തിരഞ്ഞെടുപ്പ് നടന്നത്? 11 പ്രവിശ്യകളിൽ. 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം 12. ആധാർ നമ്പറിന് എത്ര അക്കങ്ങളാണുള്ളത്? 12 അക്കങ്ങൾ. ജൈനമത ഗ്രന്ഥങ്ങളായ അംഗങ്ങൾ എത്ര എണ്ണമാണ്? 12. കമ്പ്യൂട്ടറിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം 12. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏകദേശം എത്ര കാലമാണ് അദ്ദേഹം ആ പദവി വഹിച്ചത്? 12 വർഷക്കാലം. ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ 413 ദിവസം. എത്രാമത്തേതാണ്? 12-ാമത്തെ. ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ? 12-ാമത്തെ. ഗോവ, ദാമൻ, ദിയു എന്നിവ കേന്ദ്രഭരണ പ്രദേശമായത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 12-ാമത്തെ ഭേദഗതിയിലൂടെ. ലോക്സഭയിൽ 0 അവർ ആരംഭിക്കുന്നത് എത്ര മണിക്കാണ്? 12 മണിക്ക്. സാധാരണയായി ഒരു ബോക്സിംഗ് മത്സരത്തിൻ്റെ ദൈർഘ്യം എത്ര റൗണ്ടാണ്? 12 റൗണ്ട്. ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട്? 12. 2012-2017 കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 12-ാമത്തെ പഞ്ചവത്സര പദ്ധതി. ആംസ്റ്റർഡാമിൽ നിന്ന് ഫോർത്തൂസ് മലബാറിക്കസ് എത്ര വോള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്? 12 വോള്യങ്ങൾ. എത്ര വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? 12 വർഷത്തിലൊരിക്കൽ. ഓഡിൽ ബ്രോൺസിൻ്റെ എത്ര ശതമാനമാണ് ടിൻ? 12%. ഒരു വ്യാഴവട്ടം എത്ര വർഷമാണ്? 12 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ 74-ാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 12-ാം ഷെഡ്യൂളിൽ. ടെറിട്ടോറിയൽ വാട്ടർ എന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള ദൂരമാണ്? 12. ഒരു ഡസൻ എത്ര എണ്ണമാണ്? 12. ഒരു ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിട്ടുണ്ട്? 12. ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? 12 പേർ.
എത്ര വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത്? 12 വർഷത്തിലൊരിക്കൽ. എത്ര പൂർണ്ണ കുംഭമേള കൂടുമ്പോഴാണ് അലഹബാദിൽ ഒരു മഹാകുംഭമേള നടക്കുന്നത്? 12. എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത്? 12 വർഷം. ക്രിസ്തു ശിഷ്യന്മാരുടെ എണ്ണം 12. ഇന്ത്യൻ പാർലമെൻറ്റ് സമുച്ചയത്തിന് എത്ര കവാടങ്ങളുണ്ട്? 12. മുനിസിപ്പൽ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 12. മനുഷ്യന് എത്ര ജോഡി ശിരോനാഡികളുണ്ട്? 12. കർണാടകത്തിലെ ശ്രാവണ ബെളഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്തകാഭിഷേകം നടക്കുന്നത്? 12 വർഷത്തിലൊരിക്കൽ. മനുഷ്യന് എത്ര ജോഡി വാരിയെല്ലുകളുണ്ട്? 12 ജോഡി. ഭൂമധ്യരേഖയിൽ പകലിൻ്റെ ദൈർഘ്യം എത്ര മണിക്കൂറാണ്? 12 മണിക്കൂർ. ആക്ടിംഗ് പ്രധാനമന്ത്രിയെ ഒഴിവാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ എത്രാമത്തെ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്? 13ാമത്തെ വ്യക്തി. അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം 13. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത്? 13ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് എത്ര കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്? 13. ജൂതമത വിശ്വാസപ്രകാരം ഒരു ആൺകുട്ടിയെ മുതിർന്ന ആളായി കണക്കാക്കുന്ന പ്രായം 13. ബേക്കേഴ്സ് ഡസൺ എന്നറിയപ്പെടുന്നത് എത്ര എണ്ണമാണ്? 13. നാഗാലാൻഡിൻ്റെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 13. ഡൽഹിയിൽ നിന്നുള്ള 7 പേർ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് ആകെ എത്ര ലോക്സഭാ അംഗങ്ങളാണുള്ളത്? 13. അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യസമരം നടത്തിയത്? 13. ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ വ്യക്തിയാണ് പ്രണവ് മുഖർജി? 13ാമത്തെ വ്യക്തി. കുലശേഖര സാമ്രാജ്യം എത്ര നാടുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരുന്നത്? 13. ടീനേജ് തുടങ്ങുന്നത് എത്രാം വയസ്സിലാണ്? 13. ക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴത്തിന് എത്ര പേരാണ് പങ്കെടുത്തത്? 13. എത്രാം ശതകത്തിലാണ് ഡൽഹിയിൽ സുൽത്താനേറ്റ് വംശങ്ങൾ ഭരണമാരംഭിച്ചത്? 13. ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ? 13. എത്രാമത്തെ അശോക ശാസനത്തിലാണ് കലിംഗ യുദ്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 13. ലോക്സഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് 10-1 കുറയാത്ത അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രസിഡന്റ് എത്ര ദിവസത്തിനുള്ളിൽ സഭ വിളിച്ചു ചേർക്കണം? 14. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മുൻപ് ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി പദവി നൽകിയത്? 14ാം ഭേദഗതിയിലൂടെ. ഭരണഘടനയുടെ 86ാം ഭേദഗതി പ്രകാരം എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത്? 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്. ഭൗമോപരിതലത്തിലെ ശരാശരി താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 14 ഡിഗ്രി സെൽഷ്യസ്. pH സ്കെയിലിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം എത്രയാണ്? 14. ആദ്യത്തെ ആധുനിക സമ്മർ ഒളിമ്പിക്സ് 1896 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 14. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര വർഷമായി അമേരിക്കയിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം? 14 വർഷം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ പണിയെടുപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്തത്? 14 വയസ്സ്. 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 14. സിലിക്കണിൻ്റെ അണുസംഖ്യ 14. എത്രാമത്തെ ഭരണഘടനാ അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ തുല്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 14ാം ഭരണഘടനാ അനുച്ഛേദം.
സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 14. ജൈനമത ഗ്രന്ഥങ്ങളായ പൂർവങ്ങൾ എത്ര എണ്ണമുണ്ട്? 14. 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായി ഉയർത്തി? 14. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസത്തെ മുൻകൂർ നോട്ടീസാണ് നൽകേണ്ടത്? 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ്. കേരള നിയമസഭയുടെ കോറം എത്രയാണ്? 14. ഏറ്റവും കൂടുതൽ ഓസ്കാർ നോമിനേഷനുകൾ നേടിയ 2 ചിത്രങ്ങളാണ് ഓൾ എബൌട്ട് ഈവ് 1950, ടൈറ്റാനിക് 1997 എന്നിവ. എത്ര വീതം? 14. ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ 8ാം പട്ടികയിലുണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം 14. ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 14. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14. ഏത് നൂറ്റാണ്ടിലാണ് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയത്? 15ാം നൂറ്റാണ്ടിൽ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15. വെളുത്ത രക്താണുക്കളുടെ പരമാവധി ആയുസ് എത്ര ദിവസമാണ്? 15 ദിവസം. ഏത് നൂറ്റാണ്ടിലാണ് വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത്? 15ാം നൂറ്റാണ്ടിൽ. ക്രിസ്റ്റൽ ആനിവേഴ്സറി എത്രാമത്തെ വിവാഹ വാർഷികമാണ്? 15ാമത്തെ വിവാഹ വാർഷികം. ഒരു ടേബിൾ സ്പൂൺ എത്ര മില്ലി ലിറ്ററാണ്? 15 മില്ലി ലിറ്റർ. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത്? 15 ഡിഗ്രി. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അല്ലെങ്കിൽ പാർട്ടിലാണ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 15ാം പാർട്ടിൽ. മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 15ാം അനുച്ഛേദം. ഹുമയൂൺ എത്ര വർഷമാണ് പ്രവാസ ജീവിതം നയിച്ചത്? 14 വർഷം. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്? 15. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം ആകെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ? 15. ഏത് നൂറ്റാണ്ടിലാണ് ജോൺ ഓഫ് ആർക്ക് ജീവിച്ചിരുന്നത്? 15. ഇന്ത്യൻ കറൻസിയുടെ ലാംഗ്വേജ് പാനലിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? 15. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? 15. ആകെ 22 അംഗങ്ങളുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ലോക്സഭയിൽ നിന്നുള്ളത്? 15. ഏത് നൂറ്റാണ്ടിലാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത്? 16ാം നൂറ്റാണ്ടിൽ. ചെസ് കളിയിൽ ഒരു വശത്തെ കരുക്കളുടെ എണ്ണം 16. ക്രിസ്തുമസ് ട്രീയുടെ ഉത്ഭവം എത്രാം ശതകത്തിലാണ്? 16ാം ശതകത്തിൽ. ഏതു നൂറ്റാണ്ടിലാണ് തച്ചോളി ഒതേനൻ ജീവിച്ചിരുന്നത്? 16ാം നൂറ്റാണ്ടിൽ. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. എത്ര പ്രാവശ്യം? 16 പ്രാവശ്യം. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണവും ചുറ്റളവും ഒരു 2 അക്ക സംഖ്യയാണ്. ആ സംഖ്യ ഏതാണ്? 16. ഷട്ടിൽ കോക്കിൽ എത്ര തൂവലുകൾ ഉണ്ട്? 16. ആദ്യത്തെ ആധുനിക വിൻ്റർ ഒളിമ്പിക്സ് 1924 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 16. പ്രാചീന ഭാരതത്തിലെ മഹാജനപദങ്ങളുടെ എണ്ണം 16. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഒരു ബാലറ്റ് യൂണിറ്റിൽ എത്ര സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും? 16. കൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യം ഭരിച്ചത് ഏതു നൂറ്റാണ്ടിലാണ്? 16. അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണ്? 16.
കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വരം നദിക്ക് എത്ര കിലോമീറ്റർ നീളമുണ്ട്? 16. തൊഴിലവസരങ്ങൾ തുല്യത എന്ന ആശയം ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? 16-ാം അനുച്ഛേദം. 1 രൂപയ്ക്ക് തുല്യം എത്ര അണ ആയിരുന്നു? 16. ഉച്ഛ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 16%. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ? 16-ാമത്തെ പ്രസിഡന്റ്. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. എത്ര പ്രാവശ്യം? 17 പ്രാവശ്യം. ഒരു ശബ്ദം പ്രതിധ്വനിക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന ഇടവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മീറ്റർ അകലം വേണം? 17 മീറ്റർ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷകളിൽ. മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ എത്ര പ്രാവശ്യം ആക്രമിച്ചു? 17 പ്രാവശ്യം. ഏതു നൂറ്റാണ്ടിലാണ് ശിവജി ജീവിച്ചിരുന്നത്? 17-ാം നൂറ്റാണ്ടിൽ. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അല്ലെങ്കിൽ പാർട്ടിലാണ് ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 17-ാം പാർട്ടിൽ. ഇന്ത്യയിൽ ഏത് നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം നടന്നത്? 17-ാം നൂറ്റാണ്ടിൽ. കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ റെയിൽവേ സോണാണ്? 17-ാമത്തെ സോൺ. ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പണ്ടകശാല സ്ഥാപിതമായത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ. ഇന്ത്യയിലെ പോർച്ചുഗീസ് മേധാവിത്വം ഡച്ചുകാർ അവസാനിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ. കൊച്ചിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇപ്പോഴത്തെ 66-ാം നാഷണൽ ഹൈവേ മുൻപ് എത്രാമത്തെ നാഷണൽ ഹൈവേ ആയിരുന്നു? 17-ാമത്തെ നാഷണൽ ഹൈവേ. എത്രാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്? 17-ാം നൂറ്റാണ്ടിൽ. അയിത്താചരണം ശിക്ഷാർഹമാകുന്ന ഭരണഘടനാ അനുച്ഛേദം 17. ഷാജഹാൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന നൂറ്റാണ്ട്? 17. ഡച്ചുകാരുടെ ആദ്യത്തെ കപ്പൽ സമൂഹം ഇന്ത്യയിൽ വന്ന നൂറ്റാണ്ട്? 17. ഒരു സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി ത്വക്ക് ഉണ്ട്? 17. ബഹുമതികൾ അല്ലെങ്കിൽ ടൈറ്റിൽ നൽകുന്നതിൽ നിന്ന് സ്റ്റേറ്റിനെ വിലക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 18. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാന് ലഭിച്ചത്? 18%. കേരളത്തിൽ ലോട്ടറി ഏജന്റാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സ്. കാടമുട്ട വിരിയുന്നതിനാവശ്യമായ സമയം എത്ര ദിവസമാണ്? 18. എത്രാം നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത്? 18-ാം നൂറ്റാണ്ടിൽ. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 18-ാം ഭാഗത്തിൽ. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എത്ര എണ്ണമാണ് ജനറൽ വിഭാഗത്തിലുള്ളത്? 18. രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായി നിശ്ചയിച്ചു? 18. ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം? 18. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 18. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? 18. 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായി ഉയർത്തി? 18. ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം? 18. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം? 18 വയസ്സ്. മായൻ കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം? 18. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 18. എത്രാം നൂറ്റാണ്ടിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്? 18. ഇന്ത്യയിൽ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം? 18. പ്രധാന പുരാണങ്ങളുടെ എണ്ണം? 18.
എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്? 18-ാം നൂറ്റാണ്ടിൽ. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 19. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം എത്രയാണ്? 19. ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈശാവാസ്യോപനിഷത്ത്. ഇതിൽ എത്ര പദ്യങ്ങളാണുള്ളത്? 19. സാന്താക്ലോസിൻ്റെ തുടക്കം എത്രാം നൂറ്റാണ്ടിലാണ്? 19. എത്രാം ശതകത്തിലാണ് ഇന്ത്യയിൽ രാജാറാം മോഹൻ റോയ് സാമൂഹിക രംഗത്ത് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്? 19. സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19. ആശയപ്രകാശന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷിയെന്ന് ഗ്രാവിലെ ഓൺസ്റ്റിൻ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം 19. എത്രാം നൂറ്റാണ്ടിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്? 19. പണിമുടക്കം എന്ന ആശയം ബ്രിട്ടനിൽ രൂപം കൊണ്ടത് ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടിൽ. ഇന്ത്യയിലെവിടെയും താമസിക്കാൻ പൗരന് സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 19. മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ ഭരണഘടനാ അനുച്ഛേദത്തിലാണ്? 19-ാം അനുച്ഛേദം. 1878 സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത്? 19. നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ആണുള്ളത്? 19. അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന നൂറ്റാണ്ട്? 19. ഏത് നൂറ്റാണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജീവിച്ചിരുന്നത്? 19. സംഘടിക്കുന്നതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തേതാണ്? 19. ബ്രിട്ടീഷ് സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടിൽ. ദേശീയ ഗാനത്തിൻ്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാനാവശ്യമായ സമയം എത്ര സെക്കൻഡ്? 20 സെക്കൻഡ്. അസ്ഥികളുടെ എത്ര ശതമാനമാണ് ജലം? 20. 1969, 1980 വർഷങ്ങളിലായി ഇന്ത്യയിൽ എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചിട്ടുണ്ട്? 20. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 20. സസ്യങ്ങളിൽ എത്ര അമിനോ ആസിഡുകൾ ഉണ്ട്? 20. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്ന് ലോക്സഭയിൽ പരമാവധി എത്ര അംഗങ്ങളാകാം? 20. മനുഷ്യൻ്റെ ശ്രവണശേഷിയുടെ ഏറ്റവും കുറഞ്ഞ ആവൃത്തി എത്ര ഹെർട്സ് ആണ്? 20. പുരുഷൻ്റെ ത്വക്കിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര അടിയാണ്? 20 അടി. കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ 20 എണ്ണം. മനുഷ്യന് എത്ര പാൽ പല്ലുകൾ ആണ് ഉള്ളത്? 20. കാൽസ്യത്തിൻ്റെ അണുസംഖ്യ എത്രയാണ്? 20. എത്ര ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളാണ് ഇൻഫോസോണിക്? 20. ക്രിക്കറ്റിൽ 2 വിക്കറ്റുകൾക്കിടയിലെ ദൂരം 22 യാർഡാണ്. ഇത് ഏകദേശം എത്ര മീറ്ററിന് തുല്യമാണ്? 20 മീറ്റർ. എത്രാം നൂറ്റാണ്ടിലാണ് എക്സ്പ്രഷനിസ്റ്റ് രീതിയിലുള്ള ചിത്രകലാരീതി ആരംഭിച്ചത്? 20. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.